Hearty welcome to Comrade Media's ELP English Learning Program. Today I am going to explain a very important topic, especially for 10th, 11th, 12th standard students. A stock question comes from this topic. That is a conditional clauses. We know if the Malayalam meaning എങ്കിൽ ഭാഷയിൽ ഏത് ഭാഷയിലായാലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണെങ്കിൽ എങ്കിൽ എങ്കിലും എങ്കിൽ ഈ ഹയർ സെക്കൻഡറിക്ക് ഇപ്പോൾ പഠിക്കാനുണ്ടായിരുന്ന കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു ഒരു കവിതയുടെ പേര് ഇഫ് എന്നാണ്. എഴുതിയത് റഡ്യാർഡ് കിപ്ലിംഗ് ആണ്. ഒരു മകന് അച്ഛൻ കൊടുക്കുന്ന ഉപദേശം പോലെയാണ്. ബട്ട് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ആൾ ഓഫ് അസ്. നീ അങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ ദ എർത്ത് ഈസ് യുവേഴ്സ് ആൻഡ് ഓൾ ദാറ്റ് ഈസ് ഇൻ ഇറ്റ് ആൻഡ് യു ആർ എ മാൻ എന്ന് പറഞ്ഞ് അവസാനിക്കുകയാണ്. നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എങ്കിൽ ഈ ഭൂമി മൊത്തം നിനക്കുള്ളതാണ്, ഈ ഭൂമിയിലുള്ളതെല്ലാം നിനക്കുള്ളതാണ്. നീ ഒരു വ്യക്തിയാകും, നീ ഒരു വ്യക്തിയാകും, നീ അപ്പോഴേ ഒരു വ്യക്തിയാകുന്നുള്ളൂ എങ്കിൽ ആ എങ്കിൽ എന്നുള്ള കണ്ടീഷൻസ് എല്ലാം പറഞ്ഞ അവസാനമാണ് പറയുന്നത്. ദെൻ ഇഫ് ദിസ് ഈസ് സോ you will be you are the earth is yours and all that is in it, all that is in it പിന്നെ പറഞ്ഞു വരികയാണ്. ആൻഡ് യു ആർ എ മാൻ, മൈ സൺ യു ആർ എ മാൻ. ഇഫ് എന്ന കവിത പഠിച്ചിട്ടില്ലാത്തവർ നെറ്റിൽ നിന്ന് എടുത്ത് ഒന്ന് വായിച്ച് നോക്കിയാൽ വളരെ ആസ്വാദ്യമായ ഒരു കവിതയാണ്. നമ്മൾ ഈ കണ്ടീഷൻ ക്ലോസുകളെ 3 ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടീഷണൽ ക്ലോസ്, സെക്കൻഡ് കണ്ടീഷണൽ ക്ലോസ്, തേർഡ് കണ്ടീഷണൽ ക്ലോസ്. ഇത് 3 ഗ്രാമറിലെ ടോപ്പിക് എന്ന് പറയുന്നത്. സ്പോക്കൺ ഇംഗ്ലീഷ് സോ സെയിം, നമുക്ക് എല്ലാം ഉപയോഗിച്ചങ്ങ് പറയും. അത് തേർഡ് ഉപയോഗിക്കത്തില്ല സ്പോക്കണിൽ, അങ്ങനെ ഉപയോഗിക്കാറില്ല. കവിതകളിലൊക്കെ ഉപയോഗിക്കും, സിനിമാ പാട്ടുകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ ഫസ്റ്റ് കണ്ടീഷണൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈഫ് എഴുതുക. if plus subject plus v1 means first form of verb, any verb. But if then subject comes, then only first form of verb, pure form. I mean pure means do not need anything else for first form. So if subject v1 ഇത്രയും ഉപയോഗിച്ചാൽ ആ ക്ലോസ് ഒരെണ്ണേ ആയുള്ളൂ, ഫുൾ സ്റ്റോപ്പ് ഇടാക്കത്തില്ല. നെക്സ്റ്റ് ക്ലോസ് വിൽ ബി ദ സ്ട്രക്ചർ ഓഫ് നെക്സ്റ്റ് ക്ലോസ് വിൽ ബി സബ്ജക്റ്റ് വിൽ പ്ലസ് v1 മീൻസ് ഫസ്റ്റ് ഫോം. എക്സാമ്പിൾ, ഇഫ് ഹി ഇൻവൈറ്റ്സ് മീ, ഇഫ് വന്നു, ഹി സബ്ജക്റ്റ് വന്നു, ഇൻവൈറ്റ്സ് പ്രസൻറ്റ് വെർബ് വന്നു. ഇഫ് ഹി ഇൻവൈറ്റ്സ് മീ ഓബ്ജക്റ്റ്, അവൻ എന്നെ ക്ഷണിക്കുന്നു പ്ലസ് എങ്കിൽ, ക്ഷണിക്കുന്നെങ്കിൽ. ഐ വിൽ ഗോ, ഐ വന്നു സബ്ജക്റ്റ്, വിൽ വന്നു, അത് കഴിഞ്ഞപ്പോൾ v1 ഉപയോഗിച്ചു. സിമ്പിൾ. ഇഫ് ഹി ഇൻവൈറ്റ്സ് മീ ഐ വിൽ ഗോ. ഇഫ് ദേ എഗ്രി വി വിൽ പ്ലാൻ എ ടൂർ. ഇഫ് ദേ എഗ്രി, അവർ സമ്മതിക്കുന്നെങ്കിൽ നമുക്ക് ഒരു ടൂർ വി ഷാൽ പ്ലാൻ. ഓൺസ് അഗെയിൻ, ഇഫ് ദേ എഗ്രി, അവർ സമ്മതിക്കുന്നെങ്കിൽ വിശാൽ, വില്ലിന് വരെ ഷാലിൽ ചേർക്കാം. വിശാൽ പ്ലാൻ എ ടൂർ, നമുക്കൊരു ടൂർ പ്ലാൻ ചെയ്യാം എന്നായി. അതുപോലെ തന്നെ ക്യാൻ ഉപയോഗിക്കാം. ഇഫ് യു ഗോ ടു തിരുവനന്തപുരം യു ക്യാൻ സീ സൂ. തീർച്ചയായിട്ടും സൂസിയാവും. ഇഫ് യു ഗോ ടു തിരുവനന്തപുരത്ത് പോകുന്നെങ്കിൽ നിങ്ങൾക്ക് സൂ കാണാൻ കഴിയും, കാണാം. You can see zoo. That's first condition clause is over. Second condition clause is somewhat romantic, but the third is totally romantic. Second condition clause is if plus subject, then we use the second form v2 past form. The next clause, so subject plus would plus v1. വുഡ് തന്നെ ചേർക്കും, വേറെ ഒന്നും ചേർക്കത്തില്ല.
അപ്പോൾ സബ്ജക്റ്റ് ടു വുഡ് ഇട്ടു, എന്നിട്ട് വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുന്നു. ഫസ്റ്റ് ക്ലോസിൽ വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് ഉപയോഗിക്കുന്നത്. സോ ഞാൻ ആദ്യം പറഞ്ഞ ഇഫ് ഹി ഇൻവൈറ്റ്സ് മീ ഐ വിൽ ഗോ എന്ന് പറഞ്ഞതിനെ ഞാൻ മാറ്റാൻ പോവുകയാണ്. ആ ഇൻവൈറ്റ്സിനെ ഇൻവൈറ്റഡ് ആക്കുക. ഇഫ് ഹി ഇൻവൈറ്റഡ് മീ ഐ വുഡ് ഗോ. അപ്പോൾ അതിൻ്റെ ഇത് ഞാൻ പറയാം. ഇപ്പോൾ അവൻ്റെ കല്യാണമാണ്, അടുത്ത 15-ാം തീയതിയാണ്, ഇനി ഒരു മാസം കിടപ്പുണ്ട്, വിളിക്കാൻ സമയമുണ്ട്. അപ്പോൾ അവൻ ക്ഷണിക്കുന്നെങ്കിൽ ഞാൻ പോകും. ഇഫ് ഹി ഇൻവൈറ്റ്സ് മീ ഐ വിൽ ഗോ. എന്നാൽ നാളെയാണ് കല്യാണം, ഇന്നിന് ഒറ്റ ദിവസമേ ഉള്ളൂ, ഇതുവരെ വിളിച്ചില്ല, വിളിക്കാൻ സാധ്യത കുറഞ്ഞു, പോസിബിലിറ്റി കുറഞ്ഞു വന്നു. അപ്പോൾ നമുക്ക് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ക്ഷണിച്ചെങ്കിൽ ഞാൻ പോയേനെ. അവിടെയും മാർജിനുണ്ട്. ഇന്ന് രാത്രി വരെയെങ്കിലും ടെലിഫോണിൽ കൂടെങ്കിലും എന്നെ ക്ഷണിക്കാം, അതിനുള്ള സാധ്യത കുറച്ച് മാർജിൻ അവശേഷിക്കുക. അപ്പോൾ ഇഫ് ഹി ഇൻവൈറ്റഡ് മീ, അപ്പം ക്ഷണിക്കാനുള്ള സാധ്യത കുറഞ്ഞു. ഇഫ് ഹി ഇൻവൈറ്റഡ് മീ ഐ വുഡ് ഗോ. അവൻ ക്ഷണിച്ചെങ്കിൽ ഞാൻ പോയേനെ. ഇതാണ് സെക്കൻഡ് കണ്ടീഷണൽ ക്ലോസ്. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V2 ഫസ്റ്റ് ക്ലോസ്, സെക്കൻഡ് ക്ലോസ് ഫുൾ സ്റ്റോപ്പ് ഇല്ല. സെക്കൻഡ് ക്ലോസ് എന്ന് പറയുമ്പം സബ്ജക്റ്റ് വുഡ് പ്ലസ് V1. ക്ഷണിച്ചെങ്കിൽ ഞാൻ പോയേനെ. ഇനി ഈ കല്യാണം ഇന്നലെ ഞാൻ കഴിഞ്ഞു എന്ന് സങ്കല്പിക്കുക. സങ്കല്പമാണ്, അതുകൊണ്ട് ഈ തേർഡ് കണ്ടീഷണൽ ക്ലോസിനെ ഹൈപ്പോത്തറ്റിക്കൽ ക്ലോസ് എന്നാണ് പറയുന്നത്. ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷണൽ ക്ലോസ് എന്നാണ് പറയുന്നത്. കാരണം ഹൈപ്പോത്തറ്റിക്കലായി അത് സങ്കല്പിക്കുകയാണ്. ദർ ഈസ് നോ ചാൻസ് ഫോർ ഹിസ് ഇൻവൈറ്റിംഗ് മീ ഇൻ ദിസ് ലൈഫ് ടൈം. ഈ ജന്മത്തിന് അവൻ എന്നെ ക്ഷണിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. കല്യാണം കഴിഞ്ഞു, ഇന്നലെ കഴിഞ്ഞു. അപ്പം നമ്മൾ പറയും ക്ഷണിച്ചായിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു. ഇഫ് ഹി ഹാഡ് ചേർക്കുക, പിന്നെ തേർഡ് ഫോം ചേർക്കുക. ഹാഡ് കഴിഞ്ഞാൽ എപ്പോഴും തേർഡ് ഫോമിൽ ചേർക്കത്തുള്ളൂ, നമുക്ക് പഠിച്ചിട്ടുണ്ട് നേരത്തെ. ഹാസ് ഹാവ് ഹാഡ് ചെയ്ത് കഴിഞ്ഞാൽ വെർബിൻ്റെ തേർഡ് ഫോം മാത്രമേ ചേർക്കുള്ളൂ. ഈ കണ്ടീഷണൽ ക്ലോസിന് തേർഡ് കണ്ടീഷണൽ ക്ലോസ് മാത്രമല്ല, ഹൈപ്പോത്തറ്റിക്കൽ, ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന സങ്കല്പമാണ്, ഭാവനയാണ്. ഭാവന ഇപ്പോൾ കാണാവുന്നേ ഉള്ളൂ. അപ്പോൾ ക്ഷണിച്ചെങ്കിൽ ഞാൻ പോകും, ക്ഷണിച്ചായിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് വയലാറിൻ്റെ ഒരു സിനിമാ പാട്ട് ഓർമ്മ. സ്വർണ്ണ ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ. ഈ പാട്ട് ഓർമ്മ വരികയാണ്. അവിടെ അതിൻ്റെ ഈ രണ്ട് ക്ലോസും വരുന്നുണ്ട്, കുറച്ചുകൂടെ ഹൈ പിച്ചിലാണ്. സ്വർണ്ണ ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ, സ്വർഗസീമകളും വയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ, തപ്തലോലരായി നിത്യവും നിന്റെ ഹംസതൂലിക ശയ്യയിൽ വന്നു ചാർത്തിക്കുമായിരുന്നു ഞാൻ എന്നിലെ പ്രേമ സൗരഭം. ചെയ്തെങ്കിൽ ചെയ്യുമായിരുന്നു എന്നാണ്, വന്നു ചാർത്തിക്കുമായിരുന്നു. ഇത് തന്നെയാണ് ഇഫ് ഹി ഹാഡ് ഇൻവൈറ്റഡ് മീ ഐ വുഡ് ഹാവ് പ്ലസ് V3 ആണ് ചേർക്കേണ്ടത്. അപ്പം ആദ്യത്തെ ക്ലോസിൽ ഹാഡ് ചേർത്ത് V3, രണ്ടാമത്തെയും V3 തന്നെ വരുന്നത്, കാരണം വുഡ് ഹാവ് കഴിഞ്ഞാലും V3 ചേർക്കുള്ളൂ. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വുഡ് ഹാവ് പ്ലസ് V3. അപ്പോൾ അവൻ എന്നെ ക്ഷണിച്ചായിരുന്നു, ഹാഡ് ഡണപ്പൻ ചെയ്തായിരുന്നുമാണ്, ഹാഡ് ഗോൺ പോയായിരുന്നു. അപ്പോൾ ഹി ഹാഡ് ഇൻവൈറ്റഡ്, അവൻ എന്നെ ക്ഷണിച്ചായിരുന്നു പ്ലസ് എങ്കിൽ, ക്ഷണിച്ചായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഗോൺ, ഞാൻ പോകുമായിരുന്നു. That's all today. We will meet with another topic in the next episode. Thank you all.